യെസ് ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിജിൻ വിജയ്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത് 40,000 വാങ്ങാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഫോൺ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് റേഞ്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് ആയിട്ടുള്ള ഫോൺസാണ് കിട്ടുക. അതുപോലെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സേഴ്സും ക്യാമറ പെർഫോമൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു റേഞ്ചിൽ കിട്ടും. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഏതൊക്കെയാണ് ഫോൺ, എന്തൊക്കെയാണ് ഫീച്ചർ എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കാൻ പറ്റിയ രണ്ട് ഫോണുകളുണ്ട്. ഒന്ന് iQOO Neo 7 Pro, അതുപോലെ iQOO 9 Pro എന്ന് പറഞ്ഞ രണ്ട് ഫോണുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എന്തായാലും iQOO Neo 7 Proൻ്റെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. 6.7 ഇഞ്ചിൻ്റെ HDR10 120Hz AMOLED ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത് പോലെ തന്നെ 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. Android 13 FunOS 13 ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. Snapdragon 8+ Gen 1 പ്രോസസ്സർ, അതായത് 4 നാനോമീറ്റർ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ഇതൊരു അത്യാവശ്യം നല്ല മിഡ് റേഞ്ചും നല്ല ഫ്ലാഗ്ഷിപ്പ് കില്ലർ പ്രോസസ്സറായിട്ട് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിമിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ഈ ഒരു ഫോൺ ഹീറ്റ് ആകാണ്ടിരിക്കാൻ വേപ്പർ ചാമ്പർ കൂളിങ്ങും അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കിട്ടുന്നുണ്ട്. 50+8+2 MBൻ്റെ ക്യാമറയാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 16 MBൻ്റെ ഒരു സെൽഫി ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. 7 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8GB + 128GB സ്റ്റോറേജും റാമും ഉള്ള ഈ ഫോണിന് വരുന്ന പ്രൈസ് 32,999 ആണ്. നമ്മൾ രണ്ടാമത് നോക്കാൻ പോണ ഫോണ് സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫോണാണ്. ഇതിലും രണ്ട് ഫോൺസ് ഉണ്ട്, അതായത് സാംസങ് S22 അല്ലെങ്കിൽ സാംസങ് S21 FE 2023 എഡിഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് സാംസങ് S22ൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. 6.1 ഇഞ്ചിൻ്റെ AMOLED 120Hz HDR10 സപ്പോർട്ടുള്ള 1300 നിറ്റ്സ് ഉള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. Android 12 ആണ് നമുക്ക് ഫോണിൻ്റെ ഒപ്പം വരുന്നത്. അപ് ടു 14 വരെയുള്ള അപ്ഗ്രേഡേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത് OneOS 16 ആണ്. ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള 8 Gen 1 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 50 MB വൈഡ് ക്യാമറയും അതുപോലെ 10 MBൻ്റെ ടെലിസ്കോപ്പ് ലെൻസും അതുപോലെ തന്നെ 12 MBയുടെ ഒരു അൾട്രാ വൈഡ് ലെൻസാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ബാക്കിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 10 MBൻ്റെ സെൽഫി ക്യാമറ മാത്രമേ വരുന്നു. 3700 mAhഉം 25 വാട്ടിൻ്റെ വയർ ചാർജിങ്ങും അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 8GB റാമും 128GB സ്റ്റോറേജിൽ വരുന്ന ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 39,999 ആണ്. മൂന്നാമത്തെ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവോൻ്റെ പറഞ്ഞുള്ള V29 Pro എന്ന് പറഞ്ഞ ഫോണാണ്. 7.8 ഇഞ്ചിൻ്റെ AMOLED HDR10 സപ്പോർട്ടുള്ള ഫോണാണ് നമുക്ക് ഇവിടെ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും കേർവ്ഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. Android 13 FunTouch 30 എന്ന് പറഞ്ഞ OS ആണ് ഈ ഒരു ഫോണിലും വരുന്നത്. പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഭാഗത്തുനിന്നുള്ള MediaTek Dimensity 8200 എന്ന് പറഞ്ഞാൽ 4 നാനോമീറ്റർ പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അത്യാവശ്യം നല്ല ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസ്സർ തന്നെയാണ് ഇതും. 50 MB വൈഡ് ക്യാമറയും 15 MB ടെലിസ്കോപ്പും അതുപോലെ 5 MBൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50 MBൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. 4600 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ള ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. 8GB 256GB സ്റ്റോറേജിൽ വരുന്ന ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 39,999 തന്നെയാണ്. സെക്കൻഡ് ലാസ്റ്റ് ഫോണിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ ഫോൺ തന്നെയാണ്. ആപ്പിളിൻ്റെ പറഞ്ഞുള്ള iPhone 12 ആണ്. 6.1 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. HDR10ൻ്റെ സപ്പോർട്ടും ഡോൾബി വിഷനും 1200 നിറ്റ്സിൻ്റെ സപ്പോർട്ടും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. iOS 14.1 ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അപ്ഗ്രേഡ് അപ് ടു 17.2 iOS 17.2 വരെയുള്ള അപ്ഗ്രേഡേഷൻ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ആപ്പിളിൻ്റെ ഭാഗത്തുനിന്നുള്ള A14 Bionic ചിപ്സെറ്റാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. കുറിച്ച് പറയുമ്പോൾ 12+12 ആണ് ഇതിൽ വരുന്ന ക്യാമറ. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 12 MBൻ്റെ ക്യാമറ തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത്. 2515 mAh ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 15 വാട്ടിൻ്റെ ചാർജിങ്ങേ കിട്ടുന്നുള്ളൂ. 4GB റാമും 64GB സ്റ്റോറേജിലും വരുന്ന ഫോണിൻ്റെ പ്രൈസ് 42,999 ആണ്. ഐഫോൺ വേണം അല്ലെങ്കിൽ ഐഫോൺ ഒരു 40ൻ്റെ ഉള്ളിൽ എനിക്കൊരു ഐഫോൺ വേണം എന്നുള്ളവർ മാത്രം പോയിട്ട് ഐഫോൺ എടുത്താൽ മതി, ഈ ഒരു ഫോൺ എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഴയ ഫോണാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ 64GB സ്റ്റോറേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ആരും ചാടി കയറി ഐഫോൺ എടുക്കണം എന്നില്ല.
ആർക്കെങ്കിലും ഐഫോൺ എടുത്ത് തീരൂ എന്നുള്ളവർ മാത്രം പോയിട്ട് ഈ ഒരു ഫോൺ എടുക്കാൻ നോക്കുക. ലാസ്റ്റത്തെ ഫോൺ വെച്ച് പറയുമ്പോൾ OnePlus എന്ന് പറഞ്ഞാൽ OnePlus 11R ആണ് നമ്മൾ ലാസ്റ്റത്തെ ഫോൺ. ഈ ഒരു റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഫോൺ തന്നെയാണ്. ഇതിലൊരു സ്ക്രീനിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ 7 ഇഞ്ചിൻ്റെ ഫ്ലൂവിൽ ആംബുലൻഡ് 120 Hz റിഫ്രഷ് ആയിട്ടുള്ള HDR10 സപ്പോർട്ടുള്ള, അതുപോലെ തന്നെ 1450 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഫോണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ആൻഡ്രോയിഡ് 13ഉം ഓക്സിജൻ OS 13ൻ്റെ സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. Dragon 8+ Gen 1ൻ്റെ സക്സസറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ഇതും അത്യാവശ്യം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് റേഞ്ച് ഗെയിമിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഫോൺ തന്നെയാണ്. 9+8+2 ആണ് ഇതിൽ വരുന്ന ക്യാമറ. ഒരു 16 MB സെൽഫി ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. EMH ബാറ്ററി ബാക്കപ്പും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.